നിങ്ങളൊരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു പ്രോപ്പറായിട്ടൊരു വിഷനാണ്. നമ്മൾ ബിസിനസ് തുടങ്ങിയാൽ ഇനി വരാൻ പോകുന്നൊരു 10 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ ബിസിനസ് എവിടെയാണ് നമ്മൾ നിർത്താൻ പോകുന്നത്, ആ ഒരു വിഷൻ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകും. ആ വിഷൻ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ആ വിഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആ ഒരു എല്ലാ സ്ട്രാറ്റജികളും കൃത്യമായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമ്മളൊരു ചലഞ്ച് എടുക്കാൻ തയ്യാറായിരിക്കണം. ചലഞ്ചിങ് ടേക്കേഴ്സ് ആയിരിക്കണം. കാരണം ബിസിനസ് ഈസ് എ ചലഞ്ച് ബിക്കോസ് കോമ്പറ്റീഷൻ ഈസ് ദെയർ, സോ മെനി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആർ ദെയർ, പ്രൈസ് ഇഷ്യൂസ് ആർ ദെയർ, സോ ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. ആ ഓരോ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എത്ര അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും ഡോണ്ട് ബി പാനിക്, ഗോ സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ വിഷനുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അതിനുശേഷം കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ യൂട്ടിലൈസേഷൻ, അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. ഓരോ ബിസിനസ്സും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വിഷനോടൊപ്പം സെലക്ട് ദ പ്രോഡക്റ്റ് കറക്റ്റ്. ആ പ്രോഡക്റ്റ് സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റബിലിറ്റി, ആ പ്രോഡക്റ്റിൻ്റെ ക്രെഡിബിലിറ്റി, ആ പ്രോഡക്റ്റിൻ്റെ വയബിലിറ്റി, ഇതെല്ലാം ഫീസിബിലിറ്റി, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ.